ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഒരാണ്ടുവട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചും നമ്മൾ ഓർമ്മിക്കുന്ന നോമ്പിന്റെ ദിനങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. പേതുറുത്ത എന്ന വാക്കാണ്, സുറിയാനി വാക്കാണ് നമ്മൾ നോമ്പിന്റെ ആദ്യ ദിനത്തിന് ഉപയോഗിക്കുന്നത്. അവസാനിപ്പിക്കൽ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കൽ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒക്കെ നമ്മൾ അവസാനിപ്പിക്കുന്നു. നോമ്പിന് മുമ്പുള്ള ദിനങ്ങളെല്ലാം വലിയ ആഘോഷത്തിന്റെ അവസരങ്ങളായിരുന്നല്ലോ. പള്ളികളിലൊക്കെ ആഘോഷമായ തിരുനാളുകളും വീടുകളിലെ വിവാഹത്തിന്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ആഘോഷങ്ങളും തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് തിരിഞ്ഞു നോക്കുകയാണ്. ആഘോഷങ്ങൾ മാത്രമല്ലല്ലോ ജീവിതം. നമ്മുടെ ജീവിതം ആഘോഷങ്ങൾക്ക് നടുവിലും ഈശോ ആഗ്രഹിക്കുന്നത് പോലെയാണോ? നമ്മളെതിരെയാണ് നമ്മുടെ നീക്കങ്ങൾ? ആത്മീയ ജീവിതം, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ എന്താണ്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കാൻ. അതാണ് 50 ദിവസങ്ങൾ ജീവിതം നവീകരിക്കാൻ കർത്താവ് തരുന്ന അവസരമാണ്. പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ നിങ്ങൾ ശക്തിപ്പെടുത്തണം. മാത്രമല്ല, വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ആസക്തികളാൽ കലുഷിതമായ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കണം. നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല രീതിയിലുള്ള ജീവിതത്തിന്റെ കാര്യങ്ങൾ കൊണ്ട്, ലോകത്തിന്റെ കാര്യങ്ങൾ കൊണ്ടൊക്കെ, ആസക്തികൾ കൊണ്ടൊക്കെ നിറഞ്ഞ പാപത്തിന്റെ സ്വാധീനങ്ങളൊക്കെയുള്ള ജീവിതക്രമങ്ങളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് ജീവിതം നവീകരിക്കാൻ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിന്റെയും ഉപവാസത്തിന്റെയും ജീവിതം, നോമ്പിന്റെ ചൈതന്യം അതാണ്. 50 ദിവസങ്ങൾ ചില നിയന്ത്രണങ്ങളിലൂടെ, ക്രമീകരിക്കലിലൂടെ, ഒരു ആത്മീയ അച്ചടക്കത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള അവസരമാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലം നമ്മൾ ആരംഭിക്കുന്നത് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷണത്തെ കുറിച്ചുള്ള വിവരണത്തോടെയാണ്. 40 ദിവസങ്ങൾ ഈശോ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചു. ഈശോയുടെ 40 ദിവസത്തെ ഉപവാസമാണ് നോമ്പിന്റെ ഓർമ്മയെങ്കിലും നമ്മൾ 50 ദിവസം നമ്മൾ നോമ്പായിട്ട് കരുതുകയാണ്. സുറിയാനി രീതി അനുസരിച്ച്, സുറിയാനി പാരമ്പര്യം അനുസരിച്ച് പേതുറുത്ത മുതൽ ഉയർപ്പ് വരെയുള്ള 50 ദിവസങ്ങൾ ഈശോ മരുഭൂമി നേരിട്ട ഒന്നാമത്തെ പ്രലോഭനം കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കാനായിരുന്നു. പിതാവിന്റെ ഇഷ്ടം അന്വേഷിച്ച്, ഭക്ഷണം ഉപേക്ഷിച്ച്, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ മുമ്പിലേക്ക് പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനം എന്താണ്? ഈ കല്ലുകളെ അപ്പമാക്കി നീ ഭക്ഷിക്കുക. വിശക്കുന്നവന്റെ മുമ്പിലേക്ക് അപ്പം ആണല്ലോ ഏറ്റവും വലിയ അവന്റെ പ്രലോഭനം. ഈശോ ആ പ്രലോഭനത്തെ അതിജീവിക്കുകയാണ് വചനം കൊണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് കൂടിയാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയും, ഈശോ മരുഭൂമിയിൽ നേരിട്ട പ്രലോഭനങ്ങളൊക്കെ നമ്മുടെ ആദിപിതാക്കന്മാര് പറുദീസായി നേരിട്ട പ്രലോഭനങ്ങളായിരുന്നു. ആദ്യത്തെ പ്രലോഭനം ഈശോ നേരിടുന്നത് ഭക്ഷണത്തെ കുറിച്ചുള്ളതാണെങ്കിൽ, ബിഷപ്പിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ആദിപിതാക്കന്മാർക്ക് കൊടുത്തത് മരുഭൂമിയിൽ വിലക്കപ്പെട്ട കനിയായിരുന്നു. ആ പഴം പറിച്ച് തിന്നാൻ ഇടയായി. ആദിപിതാക്കന്മാര് പ്രലോഭനങ്ങളിൽ, പിശാചിന്റെ പ്രലോഭനം പരാജയപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ ആദമായ ഈശോ ആ പ്രലോഭനത്തെ തോൽപ്പിക്കുകയാണ്. എന്നും മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ട, വിശപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രലോഭനങ്ങളുടെ ശ്രേണിയിലും ഒന്നാമത്തെ തലത്തിൽ തന്നെ നിൽക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന്റെ വിശപ്പ്, ജലത്തിന്റെ താല്പര്യങ്ങളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്, പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നോമ്പുകാലം അതാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ശരീരത്തിന്റെ താല്പര്യങ്ങളെയും വിശപ്പുകളെയും ഒക്കെ എന്തുമാത്രം തൃപ്തിപ്പെടുത്താൻ പറ്റുമോ, എന്തുമാത്രം അതിന്റെ പിന്നാലെ പോകാൻ പറ്റുമോ, അത് അത്രമാത്രം ജീവിതം വിജയിച്ചു എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയല്ല. എല്ലാ വിശപ്പുകളെയും നമ്മൾ തൃപ്തിപ്പെടുത്താൻ പാടില്ല. കർത്താവ് പറയുന്നുണ്ട്, ജഡിക പ്രവർത്തനങ്ങൾ അനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തേണ്ട അവസരമാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ നോമ്പുകാലം, പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിന്റെ വഴിയിൽ, പ്രായശ്ചിത്തത്തിന്റെ വഴിയിൽ നമ്മുടെ ശരീരത്തിന്റെ താല്പര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള നല്ല അവസരമാണ്. ഈശോ എപ്രകാരമാണോ പ്രലോഭനങ്ങൾ നേരിട്ടത്, ആ വചനത്തിന്റെ ശക്തിയാൽ ശരീരത്തെ നിയന്ത്രിക്കാൻ, ശരീരത്തിന്റെ വിശുദ്ധിയിലേക്ക് മടങ്ങി വരാൻ നോമ്പുകാലം നമുക്ക് പ്രയോജനപ്പെടുത്താം. രണ്ടാമത്തെ പ്രലോഭനം ഈശോ നേരിടുന്നത് ഈ ലോകത്തിന്റെ സർവ്വ ആഡംബരങ്ങളും പിശാച് ഈശോയെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, നിനക്കിതെല്ലാം സ്വന്തമാക്കാം. ഈശോയുടെ മറുപടി എന്താണ്? ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. വിശുദ്ധ അഗസ്തീനോസ് ഈ പ്രലോഭനത്തെ കുറിച്ച് പറയുന്നത് ഇത് തന്നെയാണ്. ഈ പഴം കണ്ടപ്പോൾ ഹവ്വായിക്ക് താല്പര്യം തോന്നി, അവളുടെ കണ്ണിനത് കൗതുകകരമായിട്ട് തോന്നി. നമ്മുടെ കണ്ണിലേക്ക് വരുന്നതെല്ലാം, കൺമുമ്പിൽ വരുന്നതെല്ലാം സ്വന്തമാക്കണം, അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കണം, സർവ്വ പ്രൗഢിയെ സ്വന്തമാക്കണം എന്നൊക്കെയുള്ള താല്പര്യം, പ്രിയപ്പെട്ടവർ, ഇന്നും നമ്മൾ നേരിടുന്ന പ്രലോഭനമാണ്. ആ പ്രലോഭനം നമുക്ക് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണി കണ്ടതെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ തോന്നുന്നത് പിശാച് തരുന്ന പ്രലോഭനമാണ്. നമുക്ക് ആവശ്യമുള്ളത്
നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോയോട് ചേർന്നിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ. ഈശോ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാകുമ്പോൾ പലതും നമുക്ക് ആവശ്യമില്ലാത്തതായിട്ട് തോന്നും. എല്ലാം സ്വന്തമാക്കാൻ തോന്നുന്നത് ദൈവികമായ ഒരു തോന്നലല്ല. അതുകൊണ്ട് ഈ പ്രലോഭനത്തെ ഈശോ നേരിട്ടതുപോലെ നമുക്ക് നേരിടാം. മൂന്നാമത്തെ പ്രലോഭനം ഇതുപോലെ തന്നെ, ഇതാ ദേവാലയത്തിൽ നെറുകയിൽ കയറ്റി നിർത്തിയിട്ട് താഴേക്ക് ചാടാൻ പറയുകയല്ലേ. ദൈവദൂതന്മാർ നിന്റെ കൈകൾ താങ്ങിക്കൊള്ളും. സ്വന്തം മഹത്വം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരമാണ്. നാം വിചാരിക്കുന്നതിലേറെ നമ്മളെ കീഴടക്കാൻ ഇടയുള്ള ഒരു പ്രലോഭനമാണല്ലോ. നമ്മുടെ മഹത്വം കാണിക്കുക, നമ്മുടെ കുടുംബത്തിന്റെ മഹത്വം കാണിക്കുക, നമ്മൾ വലിയ ആളുകളാണെന്ന് ഭാവിക്കുക, എല്ലാവരും വെല്ലുവിളിക്കുക. അത് പല രീതിയിൽ സോഷ്യൽ മീഡിയ വഴി ആയിക്കൊള്ളട്ടെ, എവിടെയൊക്കെ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ വലുതാണെന്ന്, നമ്മുടെ ആശയങ്ങൾ വലുതാണെന്ന് പ്രകടിപ്പിക്കാനുള്ള പ്രലോഭനങ്ങളെ കീഴടക്കണം. അതാണ് അഗസ്തീനോസ് പറയുന്നത്. ഈ പ്രലോഭനത്തെ കുറിച്ച് പറയാറാണ് പറയുക, ദൈവത്തെ പോലെ ആകും, ദൈവത്തെ പോലെ ആകാനുള്ള സാധ്യതയാണ്. ഈ പഴം പറിച്ച് തിന്നുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പോൾ ഈശോ എന്താണ് പറയുക, നിന്റെ ദൈവമായ കർത്താവ് നീ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതിയിരിക്കുന്നു. ദൈവത്തെ പോലെ ആകാനുള്ള പ്രലോഭനമായിരുന്നു ആദിപിതാക്കന്മാർക്ക് കൊടുത്തത്. പ്രിയപ്പെട്ടവർ, ഈ പ്രലോഭനം നമുക്കും ഉണ്ടല്ലോ. ദൈവമാണ് നമ്മുടെ സർവവും. നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ അത് പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മൾ പിശാചിനെ കീഴടങ്ങുകയാണ്. നമ്മുടെ മഹത്വമല്ല, എല്ലാം ദൈവത്തിന്റെ മഹത്വമാണ്. നോമ്പുകാലം ആ അർത്ഥത്തിൽ പറയപ്പെട്ടത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ലഭിക്കുന്ന നല്ല അവസരമാണ്. വിശുദ്ധ ജെറോം സഭാപിതാവ് ഇപ്രകാരമാണ് പറയുന്നത്, ഈശോ മരുഭൂമിയിലെ പ്രലോഭനങ്ങൾ നേരിട്ടപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ മനുഷ്യത്വം, അവിടുന്ന് പൂർണ്ണ മനുഷ്യനായിരുന്നു. നമ്മളെ പോലെ പാവം ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മളെ പോലെ അവിടുത്തെ മനുഷ്യനായിരുന്നു. ആ മനുഷ്യത്വം കുറെ കൂടി തെളിയുകയായിരുന്നു. നമ്മൾ നേരിടുന്ന പ്രലോഭനങ്ങൾ നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്ക് മുമ്പേ ഈശോ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി അതിന്റെ വഴി നമുക്ക് കാണിച്ചു തന്നു. ക്രിസ്തോസ്ത പിതാവ് ഇത് തന്നെയാണ് പറയുക. പിശാച് ഈശോ അടുത്തൊന്ന് പറയുന്നത് എന്താണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. അവിടുന്ന് ദൈവപുത്രനാണെങ്കിൽ അതാണ് ഈശോ തെളിയിച്ചു. പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവപുത്രനാണ് തെളിയിച്ചു. നമുക്കിത് തന്നെയാണ് ഈ നോമ്പുകാലം. നമ്മൾ ദൈവപുത്രന്മാരാണ്, നമ്മൾ പിതാവിന്റെ മക്കളാണ്, ഈശ്വര ശിഷ്യന്മാരാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ്. അത് പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്, ഒരു ആത്മീയ ജീവിതത്തിന് ഉണർവിലേക്ക് വന്നുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പുകാലം അതുകൊണ്ട് തീക്ഷ്ണമായി നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്ന അവസരമാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ആത്മീയ അച്ചടക്കം വരുന്ന അവസരമാകട്ടെ. ഏത് വഴിക്കും എങ്ങനെയും ജീവിച്ചുകൊണ്ട് നമുക്ക് ആത്മീയ ജീവിതം നയിക്കാൻ പറ്റുകയില്ല. ചില നിയന്ത്രണങ്ങൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, മണിക്കൂറുകൾ റീലുകൾ കണ്ട് സമയം കളയും. നമുക്ക് അത് മാറ്റിവെക്കാം. വചനം വായിച്ചു തുടങ്ങാം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന പങ്കെടുത്ത് ഈശ്വര ശരീരം സ്വീകരിക്കാം. വിശുദ്ധിയോടെ കുമ്പസാരിച്ച് കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് വരാം. അങ്ങനെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും ഒരു ആത്മീയ ഉണർവ് തരുന്ന നല്ല ദിനങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കും.